കേസർ ബദാം ലസ്സി ഓർഡർ ചെയ്തിരിക്കണേ. ശരിക്കും ഈ ഒരു കോർണറിൽ ഒരു 3-4 ലസ്സി കടയുണ്ട്. ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു ഏതാണ്. ഇപ്പൊ തൽക്കാലം ഇവിടുത്തെ ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞ് അപ്പുറത്തപ്പുറത്ത് അങ്ങനെ നോക്കാം. താങ്ക് യു. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബുദ്ധമതത്തിൻ്റെ ഒരുപാട് പൗരാണിക അവശിഷ്ടങ്ങളുള്ള സാർനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. വാരണാസിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധൻ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ബോധോദയം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് ധർമ്മചക്ര പ്രവർത്തനം എന്ന് പറഞ്ഞ തൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തിയത് ആ ദൂരെ കാണുന്ന സ്തൂപത്തിൽ നിന്നിട്ടാണ്. ബുദ്ധൻ ഇവിടെ വന്ന് പ്രസംഗത്തിന് ശേഷം എൻലൈറ്റഡ് ആയിട്ട് ഒത്തിരി പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ബുദ്ധമതത്തിൻ്റെ പ്രവാചകരായിട്ട് കൂടെ കൂടുകയും അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സ്ഥലമാണത്. എന്നാൽ മുഗൾ രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് അതെല്ലാം നശിപ്പിച്ചിട്ട് പിന്നീട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിനെ വീണ്ടും കെമിക്കൽ ക്ലീനിങ്ങും എല്ലാം നടത്തി വീണ്ടും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. Rajan Pandey. The structure we are looking, this is called ancient excavated site, remains of Sarnath. The stupa is there, that is stupa called Dharmchak Pravartana stupa. Excavated remains at Sarnath. So when Buddha gave his first sermon, here was jungle deer park. And there was connected with the Varuna river. During the time of Buddha regime in Varanasi, there was a 5 rivers: Ganga, Varuna, Assi, Mandakini and Machhodri. 2 are drought. So they were getting the bricks stone by boats. But when Buddha gave his first sermon, so from 6th century BC up to the 3rd century BC, 200 years, they were doing the construction work by mud, bricks and bamboos. കലിംഗ യുദ്ധത്തിൽ തൻ്റെ പോരാളികളെല്ലാം മരിച്ചു വീഴുന്ന കണ്ട് മനംനൊന്ത് അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിച്ചു. അശോക ചക്രവർത്തിയാണ് പിന്നീട് ബുദ്ധൻ്റെ പല തരത്തിലുള്ള സ്തൂപങ്ങളും കാര്യങ്ങളും എല്ലാം നിർമ്മിച്ചത്. അത്തരത്തിലൊന്നാണ് നമ്മുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള അശോക സ്തംഭവും. അശോക ചക്രവും ഇവിടെ നിന്ന് തന്നെയാണ് കണ്ടെത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം സർനാഥിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മ്യൂസിയത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധമത വിശ്വാസികളായിട്ട് വന്നിട്ടുള്ളതെല്ലാം ലോകത്തെ പല പല സ്ഥലത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ചുറ്റി ഒത്തിരി ജെയിൻ ടെമ്പിളുകളുണ്ട്, കൊറിയൻ ടെമ്പിളുണ്ട്, ചൈനീസ്, ജാപ്പനീസ് തുടങ്ങിയ ശ്രീലങ്കൻ ടെമ്പിൾസ് വരെ ഈ അമ്പലത്തിനോട് ചുറ്റുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ, മ്യൂസിയത്തിനകത്തേക്കും അതുപോലെ തന്നെ സർനാഥിലെ ഈ ബുദ്ധ മൊണാസ്ട്രിയുടെ അവശിഷ്ടങ്ങൾ കാണാനും വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന 25 രൂപയാണ്. The road for the river made by the elephants and lions. Later on, Kanishka, during the Kushana period, he made the Silk Road. And there was a 2 capital. One was Peshawar and second was Mathura. And he was ruling half part of China also. So the Kanishka is the main person who made the Silk Road. But basically silk came from the China. Once
the queen of the China. She was drinking a tea. The one worm is fall down on her cup of the tea, and she wanted take out. So when she took, the thread comes out. Later on, she started investigation, research, and they started production of the silk cocoon. The silk born in a cocoon, life is only 7 days, but in 7 days make 2 kilometers thread in a cocoon. So the raw material, they were making everything in China, but during the Kanishka period, these things come in India also. The raw silk we get from the South India. Raw silk we get from Kashmir also, Pashmina silk, and Munga silk from Assam. Mulberry silk, 80% are mulberry silk, Satuti, the mulberry silk. So 80% of the silk is from mulberries. വാരാണസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മുമ്പിലാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എല്ലാം കണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഇതിൻ്റെ 2 സൈഡിലുള്ള കുറേ ഫുഡ് ഓപ്ഷൻസ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ഇവിടെ എല്ലാം കാണുന്ന ഏറ്റവും നമ്മളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന ഒരു ബോർഡ് കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീമാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു കടയിൽ പോയിട്ട് നമുക്കൊന്ന് കോൾഡ് കോഫി ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ വന്നത് തിരക്കൊന്നും കാണാത്തതുകൊണ്ട് അപ്പുറത്ത് അവരുടെ അടുത്ത് വെച്ച് ഇത് തന്നെയാണോ ഫേമസ് കോഫി അപ്പോൾ അതൊന്നും അതെ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആൾക്കാർ കുറേ പേരൊക്കെ അപ്പുറത്തൊരു കടയുണ്ട് ഓം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ തന്നെ കയറുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അത് ട്രൈ ചെയ്തോട്ടെ. നല്ല ചോക്കോ ചിപ്സ് ഒക്കെ ഉള്ള ചോക്ലേറ്റ് ഐസ്ക്രീമും ഭയങ്കര ക്രീമി ആയിട്ടുള്ള കോഫിയുടെ ആദ്യത്തെ അവൻ്റെ ഐസ്ക്രീമും ചോക്കോ ചിപ്സും എല്ലാം കഴിഞ്ഞിട്ട് കോഫിയിലേക്ക് വരുന്ന സമയത്ത് കോഫി നല്ല തിക്കാണ്, നല്ല എന്താ പറയുക ക്രീമിയാണ്, നല്ല കടുപ്പമുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ മധുരം കുറച്ച് കുറവായിരുന്ന പോലെ തോന്നി. പിന്നെ 40 രൂപയ്ക്ക് നല്ല വെർത്താണ്. 40 രൂപയ്ക്ക് നല്ല വെർത്താണ്, കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, ഭയങ്കര ഫുൾഫില്ലുമാണ്. പക്ഷേ ഇവിടം വരെ വന്ന് കുടിക്കാൻ പാകത്തിന് വെർത്തിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത്രയ്ക്കൊന്നും ഇല്ല. ഇവിടെ ഞാൻ വരുവാണെങ്കിൽ വാങ്ങിച്ച് കുടിക്കുക, അത്രേ ഉള്ളൂ. കുറച്ചൊരു ഓവർ റേറ്റഡ് ആണെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് വഴിയിലൊരാൾക്കൂട്ടം. നോക്കുമ്പോഴോ ഐ ലവ് പെഹൽവാൻ ലസ്സി എന്നൊരു ബോർഡ്. വാരണാസിയിലെ ഫേമസ് ലസ്സി ഷോപ്സ് ഗൂഗിൾ ചെയ്യുമ്പോൾ വരുന്ന ഷോപ്പുകളിൽ ഒന്നാണിത്. ഓവർ റേറ്റഡ് ആവുന്ന കരുതി ഒരു മലയോ മാത്രമായി. പക്ഷെ പ്രഡിക്ഷൻ പാളി, നല്ല ഒന്നാന്തരം. അങ്ങനെ 1-2 മലയോയും ലസ്സിയും കൂടെ വാങ്ങി അവിടെ നിന്ന് ലക്ഷ്മി ചായവാല ലക്ഷ്യമാക്കി ഇറങ്ങി. അധികം ആരും ശ്രദ്ധിക്കാത്ത വിധം ഉള്ളിലേക്ക് ഒതുങ്ങിയ ഒരു കടയാണെങ്കിൽ പോലും ഇപ്പോഴും ഈ സന്ധ്യ നേരത്ത് പോലും കടയിലെ തിരക്കിന് ഒരു കുറവുമില്ല. ലക്ഷ്മി ചായവാല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റിലുള്ള നല്ല ചായ, കനലിൽ ചുട്ടെടുത്ത ചൂട് ബ്രെഡും വൈറ്റ് ബട്ടറും. ഇവിടുത്തെ ഫേമസ് സിസേറിയൻ ടോസ്റ്റ് ഉദ്ദേശിച്ചാണ് വന്നതെങ്കിലും വൈകിട്ടാവുമ്പോൾ കിട്ടില്ലെന്ന് പറഞ്ഞു. അതിന് രാവിലെ തന്നെ വരണം. അടുത്ത ലക്ഷ്യം ബാങ്ക് ലസ്സി. നിരോധിത കഞ്ചാവ് ചെടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നത് അല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇത് പരസ്യമായിട്ട് കഴിക്കാം. മനുഷ്യരാശിയുടെ നന്മയ്ക്കായിട്ട് തന്റെ ശക്തികളെ കേന്ദ്രീകരിക്കാനും ഉപയോഗപ്പെടുത്താനുമായിട്ട് ശിവഭഗവാൻ ഇത് ഉപയോഗിച്ചിരുന്നു എന്നൊരു വിശ്വാസം പ്രചാരത്തിലുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇതിന് വളരെയധികം സാംസ്കാരിക പ്രാധാന്യമുണ്ട്. കഞ്ചാവിലകള്, പ്ലെയിൻ തൈര്, ഒരു നുള്ളു പഞ്ചസാര, വെള്ളം, ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, ഇഞ്ചിപ്പൊടി, പെരുംജീരകം, ഏലം, കുരുമുളക് എന്നിവ ചേർത്താണ് പരമ്പരാഗത രീതിയിൽ ബാങ്ക് ലസ്സി ഉണ്ടാക്കുന്നത്. പക്ഷെ ഈ ലസ്സിയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വാരണാസിയിൽ വന്നിട്ടുള്ള അധികം പേരും പോയി കണ്ടിട്ടില്ലാത്തൊരിടമാണ് സർനാഥ്. സർനാഥിലെ കാഴ്ചകളും വാരണാസിയിലെ രുചികളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സ്റ്റോറീസ് ഓഫ് സാവൻ യാത്ര തുടരുകയാണ്.